ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൂപ്പർ ടേസ്റ്റിയായ സേമിയ പായസമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അതിനായിട്ട് നമ്മൾ സേമിയ ആദ്യം വറുത്ത് കോരി മാറ്റി വെക്കണം. അതേപോലെ തന്നെ സേമിയ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ചവ്വരി കൂടെ നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചവ്വരി കൂടെ വറുത്തെടുക്കുക. അപ്പം നെയ്യ് ഒഴിച്ച് സേമിയയും ചവ്വരിയും വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പാല് ഒരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെക്കണം. പാലും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം തിളപ്പിക്കാൻ വെക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുക്കറിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കറിൽ 1 ടീസ്പൂൺ നെയ്യ് അടിക്ക് പിടിക്കാതിരിക്കാൻ ഒഴിച്ചതിന് ശേഷം നമ്മുടെ വറുത്ത സേമിയയും ചവ്വരി വറുത്തതും കൂടെ അതിലേക്ക് കുക്കറിലിട്ടതിന് ശേഷം പാലും വെള്ളവും കൂടെ തിളപ്പിച്ച് വെച്ചത് നമ്മൾ ആദ്യം കുറച്ച് നെകക്ക ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് സിമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് വേണം നമ്മൾ വിസിലിട്ട് വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ തിളച്ച് തൂവാനായിട്ട് സാധ്യതയുണ്ട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ കുക്കർ അടച്ച് പായസം വേവിക്കണം. വിസിൽ വന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കുക്കർ തുറന്ന് നോക്കുക. നമ്മുടെ ചവ്വരിയും സേമിയയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം പാലൊഴിച്ച് നമ്മൾ അല്ലാതെ പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുമ്പോൾ കൂടുതൽ സമയം ഇത് വെന്ത് വരാനായിട്ട് എടുക്കും. അപ്പോൾ അതിനെക്കാട്ടിൽ എളുപ്പത്തിലാണ് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പാല് തിളപ്പിച്ചതും കൂടെ പായസത്തിനകത്തേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കണം. പിന്നെ കുറച്ച് ഏലക്ക, കുറച്ച് പഞ്ചസാര കൂടെ 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്ത് ആ ഏലക്ക കൂടി ഇതിലേക്ക് ചേർക്കണം. പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ കിസ്മിസും കൂടെ വറുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഇടുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയായി വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പം ഞാനിതിന് കുറച്ച് മധുരം കുറച്ചാണ് ഞാൻ ഈ സേമിയ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം വീട്ടിലുള്ളവർക്ക് മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മധുരം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം സേമിയയും ഒരു 50 ഗ്രാം ചവ്വരിയുമാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്.